സ്വന്തം മാമ എന്ന് പറയുന്ന പാട്ടൊക്കെ ഞാനൊക്കെ എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ പാട്ടാണ്. അപ്പോൾ ആ പാടിയ സിംഗറിനെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽ സോ ഹാപ്പി ആൻഡ് എനിക്കത് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുന്നു. സോ 2007 ജേർണി തുടങ്ങിയെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സോ അതിനു മുന്നേ ഫാമിലി തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫാമിലിയിൽ നിന്നാണ് ആ ഒരു എന്താ പറയുക ബ്രിങ്ങിങ് എന്ന് പറയുന്ന ഒരു സാധനം മ്യൂസിക്കിലേക്ക് ഇറങ്ങുന്നത്. സോ എങ്ങനെയായിരുന്നു ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ജേർണി വിത്ത് ഫാമിലി എന്ന് പറയുന്നത്? പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് അമ്മ മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ വീട്ടിലെന്തായാലും മ്യൂസിക് ഉണ്ടാവുമല്ലോ, അങ്ങനെ ആയിരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ വേറെ സ്റ്റുഡൻസ് വന്നിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ കേട്ട് പഠിക്കും. അങ്ങനെയാണ് എൻ്റെ മ്യൂസിക്കൽ ലേണിംഗ് ഫസ്റ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സീരിയസ് ആയിട്ട് തുടങ്ങുന്നത് പിന്നെ മമ്മി മ്യൂസിക്കിലായതുകൊണ്ട് യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ നഴ്സറി മുതൽ സ്റ്റാർട്ട് ചെയ്താൽ വരച്ച് തുടങ്ങി. പിന്നെ മിമിക്രി, മോണോആക്ട്, മ്യൂസിക്കൽ ഇനങ്ങളുണ്ടല്ലോ, അതായത് ലളിതഗാനം, ശാസ്ത്ര സംഗീതം, മാപ്പിളപ്പാട്ട്, പദ്യപാരായണം, അങ്ങനെ തുടങ്ങി എന്തിനൊക്കെ പറ്റുമോ അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കഥാരചന, കവിതാരചന, പ്രസംഗം, എല്ലാത്തിലും. അപ്പോൾ മമ്മി പറയുന്നത് വെച്ചാൽ നമുക്ക് ഏത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അത് യൂട്ടിലൈസ് ചെയ്യാം. ഒന്നിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ കൊണ്ടത് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ ഇതിലും മത്സരിക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. ചിലപ്പോൾ നമ്മളതിൽ തോറ്റു പോകും, ചിലപ്പോൾ ജയിക്കും. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാനും എൻ്റെ സിസ്റ്ററും നമ്മൾ രണ്ടുപേരും അങ്ങനെ വളർത്തിയത്. അപ്പോൾ എല്ലാ കോമ്പറ്റീഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലൊക്കെ പെർഫോം ചെയ്യും. പിന്നെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സിൽ പാടും. അങ്ങനെയാണ് ആ ഒരു മ്യൂസിക്കൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ ഓമൻകുട്ടി ടീച്ചറിൻ്റെ സംഗീത ഭാരതിയിലാണ് കുട്ടിക്കാലത്ത് പഠിച്ചത്. കാർത്തിക തിരുനാൾ സംഗീത സഭയിൽ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് മ്യൂസിക്കിൽ വരുന്നത്. ആദ്യത്തെ ഗുരു അമ്മ തന്നെയാണ്, സിറാജുനിസ ബീഗം. പേര് സിറാജുനിസ ബീഗം. സിറാജുനിസ ബീഗം. ഓക്കെ. പാരന്റ്സ് രണ്ടുപേരും ലൈക്ക് സിംഗേഴ്സ് ആണോ? ലൈക്ക് ഫാദർ നല്ല ആസ്വാദകനാണ്. ഇപ്പോൾ പാടും. കാര്യം നമ്മൾ വീട്ടിലെല്ലാവരും പാടുന്നതുകൊണ്ട് ഇപ്പോൾ വളരെ നന്നായിട്ട് മനോഹരമായിട്ട് പാടാറുണ്ട്. നമ്മൾ ഹിന്ദി സോങ്സ് ആണ് കൂടുതൽ പാടാറ്. എനിക്ക് മനസ്സിലായത് മാമിന് ഭയങ്കരമായിട്ടൊരു നോർത്ത് അല്ലെങ്കിൽ നോർത്തിനോട് പ്രത്യേക ഒരു താല്പര്യം വെച്ച് പുലർത്തുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് സംസാരത്തിലാണെങ്കിലും ശൈലിയിലാണെങ്കിലും എല്ലാം, ലൈക്ക് എല്ലാ ഹാബിറ്റ്സിലാണെങ്കിൽ പോലും ആ ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് ഒരു പാഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ അത്? ഞാൻ വീട്ടിൽ ഉറുദുവാ സംസാരിക്കുന്നത്. ഞാനും. ആണോ? ശരിക്കും? അപ്പൊ നോർത്തിൽ എവിടെയായിരുന്നു? നോർത്തിലല്ല, ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ്, കേരളം തന്നെയാണ് ജനിച്ചു വളർന്നത്. വീട്ടിൽ ഉറുദു ആണ് സംസാരിക്കുന്നത്. ശരി. അപ്പോൾ നമ്മുടെ മറ്റേ ഹിന്ദി ഉറുദു മിക്സ്. ഓക്കെ. അപ്പൊ ഉറുദുവാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിക്ഷൻ പ്രശ്നം നമുക്കില്ല. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ നമുക്ക് മലയാളം മാത്രമല്ലല്ലോ, നമുക്ക് ഈ ലാംഗ്വേജ് ബാരിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പല ലാംഗ്വേജസിലും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം സോഫാർ ഒരു 16 ലാംഗ്വേജസ് സോഫാർ പാടി. ഇപ്പോൾ ലാസ്റ്റ് എന്ന് പറയാൻ ജമ്മുവിലെ ഡോഗ്രി എന്ന ലാംഗ്വേജാണ് ലാസ്റ്റ് റിലീസായത്. തമിഴ് സോങ്ങാണ് അത്, എൻ കാതലി എന്ന് പറഞ്ഞിട്ട് ഈയിടയ്ക്ക് കഴിഞ്ഞ വർഷം റിലീസായി. കഴിഞ്ഞ വർഷം തന്നെ ഒരു ഹിന്ദി സോങ് റിലീസായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മറ്റ് ഭാഷകൾ ഇത് ചെയ്യുന്നത്. പിന്നെ സൂഫി കോൺസേർട്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഗസൽസ് ഒബ്വിയസ്ലി ഉറുദുവിലാണ്. ഇപ്പോൾ കുട്ടിക്കാലം മുതൽ വീട്ടിൽ ഗസൽസ് പ്ലേ ചെയ്യാറുണ്ട്. മറ്റ് ഭാഷകളിൽ പാട്ട് പാടണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ കുറേ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ മുംബൈയിലെ മലാഡിലും പഞ്ചാബിലെ ലുധിയാനയിലാണ് ഞാൻ കേരളം ഒഴിച്ച് ബാക്കിയുള്ള 2 സ്ഥലങ്ങളിലാണ് നിൽക്കുക. ഈ ലുധിയാന എന്ന് പറയുന്നത് എൻ്റെ ഗുരുജിയുടെ സ്ഥലമാണ്. ഞാൻ സൂഫി പഠിക്കുന്നത് ഒരു ഗുരുകുൽ സിസ്റ്റത്തിലാണ്. വർഷങ്ങളായിട്ട് അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു കേരളം കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം പഞ്ചാബാണ്. എനിക്ക് മനസ്സിലായത്. മലായി ഖാന. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ എന്നെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയായിരുന്നു നല്ല രീതിയിൽ. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. എനിക്കും ഇഷ്ടമാണത് ഇങ്ങനെ കേൾക്കാനും ഇങ്ങനെ കേട്ടിരിക്കാനും. എനിക്ക് പഞ്ചാബി ലാംഗ്വേജ്, പഞ്ചാബി ട്രഡീഷൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി പട്യാല ആ ഒരു ഘറാന സിസ്റ്റത്തിലാണ് ഞാൻ മ്യൂസിക് പാടുന്നത്. അപ്പം അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലായാലും അവരുടെ ലിവിങ് സ്റ്റൈലായാലും
അതായത് പരസ്പരമുള്ള ബഹുമാനം എന്ന് പറയുന്നത് ആ ഒരു ജീവിത രീതി തന്നെയുണ്ട്. റെസ്പെക്റ്റിന് റെസ്പെക്റ്റ്, അതുപോലെ സ്നേഹത്തിന് സ്നേഹം, ദേഷ്യമാണെങ്കിൽ അങ്ങേയറ്റം. അങ്ങനെയാണ് പഞ്ചാബികളുടെ ആ ഒരു സിഖുകളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നോർത്തിൽ ഡൽഹി ആയാലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഐ മീൻ മ്യൂസിക്കൽ ട്രാവൽ ആണ് കൂടുതലും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് നോർത്ത് ഇന്ത്യയായിട്ടുള്ളൊരു ബന്ധം. ഇപ്പം ഈ കുഞ്ഞിലേ മുതലെയാണ് ഈ സൂഫി ഗസലെല്ലാം എനിക്കൊന്ന് വീട്ടിലെ നമ്മൾ ഹിന്ദി സോങ്സ് ആയിരിക്കും കുട്ടിക്കാലത്ത് കൂടുതൽ പാടാനും കേൾക്കുന്നതും ഒക്കെ. പിന്നീട് ഞാൻ ഡിഗ്രി മ്യൂസിക്കാണ് എടുത്ത് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഹയർ സ്റ്റഡീസിനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വിമൻസിലാണോ പഠിച്ചത്? മ്യൂസിക്കാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഇപ്പോൾ സിനിമയിൽ പാടുന്ന പാട്ടുകൾ നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ സെയിം സാധനം റെപ്ലിക്ക നമ്മൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു പാടുന്നു. ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അറിയപ്പെടണം എന്ന് എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഗസൽ സൂഫി കോൺസേർട്ട്സ് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ അത് എനിക്ക് കേരളത്തിൽ ആദ്യം അവസരം തരുന്നത് ശ്രീ സൂര്യ സാറാണ്. സൂര്യ ഫെസ്റ്റിവലിലൂടെയാണ് ഞാൻ സൂഫി കോൺസേർട്ട്സ് മെഹഫിലുകൾ ചെയ്തു തുടങ്ങിയത്. പിന്നെ സംഗീത അക്കാദമി, സാഹിത്യ അക്കാദമി, അങ്ങനത്തെ ഫെസ്റ്റിവൽസ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് ചെയ്തിട്ടുണ്ട്. നക്കോദർ ഫെസ്റ്റിവൽ, ഖാൽസ യൂണിവേഴ്സിറ്റിയിലും, അങ്ങനെ കുറേ പഞ്ചാബ് ടു കൊൽക്കത്ത അങ്ങനെ ഒരു ട്രിപ്പ്, ബാക്ക് ടു ബാക്ക് കോൺസേർട്ട്സ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ബോധ് ഗയ അങ്ങനെ ആ ഒരു ജേണിയിൽ അങ്ങനെയുള്ള കുറച്ച് തീർത്ഥാടന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഒരു മെഹഫിലുകളുണ്ട് കൂടുതൽ. അപ്പം അങ്ങനെയുള്ള അവിടെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജ് ഷോസ് ഇന്ത്യക്കകത്തും പുറത്തും ചെയ്തിട്ടുണ്ട്. ഇത് പുറമെ ബാൻഡ് ഉണ്ട്, കോർപ്പറേറ്റ് ഷോസിലൊക്കെ അങ്ങനെ പെർഫോം ചെയ്യാറുണ്ട്. ഇന്ത്യക്ക് പുറത്തും കൂടുതൽ ഷോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ കേട്ടിട്ടുള്ള പാട്ടുകളുള്ള, അതായത് ഓലെ ഓലെ നമ്മുടെ ഗോസ്റ്റ് ഹൗസിൽ, പിന്നെ അതാ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ കേട്ട പാട്ടുകാരിയാണോ എന്നോട് ഇരുന്ന് സംസാരിക്കുന്നതെന്നുള്ള നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പൊതുവെ കേട്ടിരിക്കുന്ന ഒരു അഭിപ്രായമായിരിക്കും, അതായത് ഇത്രയും സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണോ ഇത്രയും ലൈക്ക് എന്താ പറയുക ഒരു വൈബായിട്ടുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളത്. അത് രണ്ട് എക്സ്ട്രീംസും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണം, അതൊക്കെയാണ് ഈ സൂഫി യാത്ര എന്ന് പറയുന്നത്. അപ്പം ഞാൻ സെയിം ടൈം ഭയങ്കര സൈലൻറ്റുമാണ്, എന്ന് വെച്ചാൽ ഒരു പീസ് ലവറുമാണ്, സെയിം ടൈം ഭയങ്കര ഒരു വൈബ്രൻറ്റ് അങ്ങനത്തെ ജോവിയലായിട്ടുള്ളൊരു പേഴ്സണുമാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസും നമ്മളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും ഞാൻ ആരാണ് എന്നുള്ളൊരു ഞാൻ നോക്കിയപ്പോൾ എം ജയചന്ദ്രൻ സാറുമായിട്ടുള്ള ഒരു ജേർണി പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു സാറിന്. ജയചന്ദ്രൻ സാറുമായിട്ടല്ലേ, ലൈക്ക് പാടാനല്ല, ലൈക്ക് സാറിനെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അല്ല, അത് അലക്സ് പോൾ സാർ. പക്ഷെ മറന്നുപോയി പുള്ളി എന്ന് പറഞ്ഞത് അലക്സ് പോൾ സാർ. അപ്പൊ ആ ജേർണിയെ പറ്റിയിട്ട് എന്താ വെച്ചാല്, ആദ്യത്തെ പാട്ട് പാടുന്നത് ശ്രീ വിദ്യാസാഗർ സാറിന്റെ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതി, ലാലേട്ടന്റെ സിനിമ റോക്ക് ആൻഡ് റോൾ, നല്ലൊരു കിടിലും ബാനർ. ഫസ്റ്റ് സോങ് അതാണ് ഡെബ്യൂ. അതാ PN വേണുഗോപാൽ സാറിന്റെ പ്രൊഡക്ഷനിൽ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ വന്ന ഒരു പടക്കം നിറഞ്ഞു വന്നൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് പാടിയ ശേഷം പിന്നെ എന്ത് ചെയ്യണം, കാര്യം ഞാനൊരു ന്യൂ കമ്മറാണ്. എനിക്ക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ നമ്മളെ ലീഡ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ, ഈ പാട്ട് പാടി ഇനി വാട്ട്സ് നെക്സ്റ്റ്, എങ്ങനെയാണ് മാർക്കറ്റിംഗ്, ഇതൊന്നും അറിയാതെ വന്നൊരു ആളാണ്. സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ PR വർക്ക്സോ മാർക്കറ്റിങ്ങോ ഒന്നും തന്നെ ഇല്ല. ഈ ഗിമിക്സുകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ പാട്ട് വരുന്നതും. പക്ഷേ ഒരു 4 വർഷത്തോളം ഗാനമേളകളിൽ ഒരു ഫീമെയിൽ ലീഡ് പാടുന്നൊരു പാട്ടാണ് ഓ മാമ ചന്ദ മാമ. ഇപ്പോഴും എനിക്ക് ഏത് കോൺസെർട്ട്സിന് പോയാലും, ഈവൻ ഗസൽ കോൺസെർട്ടിന് പോയാലും ആ പാട്ട് പാടണം എന്ന് റിക്വസ്റ്റ് വരാറുണ്ട്. എന്തോ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതെനിക്ക് പാടാൻ പറ്റിയെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോഡ്സ് ഗ്രേസ്.